ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം പൂർത്തീകരിച്ച് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെയും എനർജിയാണ് എടുക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. ആദ്യം നിങ്ങളുടെ എനർജിയാണ് എടുക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജി പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് എനർജിയിൽ കൂടിയാണ് എൻ്റെ വ്യൂവേഴ്സ് ഈ ഒരു സമയം കടന്നു പോകുന്നത്? താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എന്ത് എനർജിയിൽ കൂടിയാണ് എൻ്റെ വ്യൂവേഴ്സ് ഈ ഒരു സമയം കടന്നു പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. എന്ത് എനർജിയിൽ കൂടിയാണ് എൻ്റെ വ്യൂവേഴ്സ് ഈ ഒരു സമയം കടന്നു പോകുന്നത്? ഓക്കെ, ഇത് നിങ്ങളുടെ എനർജിയാണ്. ഇവിടെ വന്നിരിക്കുന്നത് 82512 ഈ ഡേറ്റോ ഈ മന്തോ നിങ്ങളുമായിട്ടോ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ടോ ഏതെങ്കിലും സിറ്റുവേഷനുമായിട്ടോ ബന്ധമുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, എയർ എനർജി വന്നിട്ടുണ്ട്, എർത്ത് എനർജി വന്നിട്ടുണ്ട്. ഓക്കെ, എയർ ആൻഡ് ഫയർ വന്നിട്ടുണ്ട്. ഏരീസ്, ലിയോ, സജിറ്റേരിയസ്, ജെമിനി, ലിബ്ര, അക്വേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. വാട്ടർ എനർജി ഇവിടെ വന്നിട്ടില്ല. അതിന് അടുത്ത വീണ്ടും കാർഡ്സുകൾ എടുക്കുമ്പോഴത്തേക്ക് വാട്ടർ എനർജി വരും. ഓക്കെ, ക്യാൻസർ, സ്കോർപ്പിയോ, സ്പൈസീസ് കടന്നു വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങളുടെ എനർജിയിൽ എന്തുകൊണ്ടാണ് 8 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഇന്നത്തെ എനർജിയിൽ എന്തുകൊണ്ടാണ് 8 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് എന്തൊക്കെയോ ഭയത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എന്ത് ഭയമാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടും, എവിടെ നിന്നൊക്കെ ഇറങ്ങിപ്പോകേണ്ടി വരും എന്നുള്ള ഒരു ഭയം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്കുള്ള എല്ലാ ഈഗോകളും എല്ലാ കോൺഫിഡൻസും എല്ലാം നശിച്ചു പോയ ഒരവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ ഈ ഒരു നിമിഷം നിൽക്കുന്നത്. നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ, ഇപ്പോൾ സാമ്പത്തികമായിരിക്കാം, ജോലിയായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പായിരിക്കാം, അതിനെക്കുറിച്ച് മുന്നോട്ട് യാതൊരു കാഴ്ചപ്പാടും നിങ്ങൾക്കിപ്പോൾ ഇല്ല. എന്തെങ്കിലും ആക്ഷൻ ചെയ്യുവാനും നിങ്ങൾക്ക് മനസ്സുമില്ല, അത് ചെയ്യാനുള്ള വഴിയും നിങ്ങളുടെ മുന്നിലില്ല. നിങ്ങളിപ്പോൾ മാനസികമായിട്ടും തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ബാലൻസ് ഇല്ല, സാമ്പത്തികമായിട്ടും ഇല്ല, അല്ലെങ്കിൽ സ്ട്രെങ്ത് ആയിട്ടും നിങ്ങൾക്ക് ഇല്ല. ഓക്കെ, ഭയമാണ്, ഇതെല്ലാം ഭയത്തെയാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ ചില സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇറങ്ങിപ്പോകേണ്ടതായിട്ട് വരുന്നതായിട്ടുള്ള എനർജി കാണുന്നു. ഒറ്റപ്പെട്ടു പോകേണ്ടതായിട്ടുള്ള എനർജി കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു കുട്ടിയെയും അമ്മയെയും കൂടി കാണിക്കുന്നുണ്ട്. ചില വ്യക്തികൾ ഇത് വിവാഹം കഴിഞ്ഞ് ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ കാണിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല, ചില ആൾക്കാർക്ക് മാത്രമാണ് ഇതൊരു ഫാമിലി ആയിട്ട് ഹസ്ബൻഡ് വൈഫ് ആയിട്ട് വരുന്നത്. ഓക്കെ, നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുമോ, കുട്ടിയെ കൊണ്ട് ഇനി ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നു. ഈ ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: ഞാൻ ഈ ഒരു എനർജിയിൽ നിന്നും റിക്കവർ ആയിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, ആ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇപ്പോഴും എന്നുള്ളതല്ല, ഈ എനർജിയിൽ നിന്നും ഞാൻ റിക്കവർ ആയിരിക്കുന്നു, ഞാൻ പുറത്തു വന്നിരിക്കുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് കടന്നു വരികയുള്ളൂ. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഇന്നത്തെ എനർജിയിൽ എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? ഇവിടെ ഞാൻ സ്ത്രീയെ പറഞ്ഞെങ്കിലും ഹസ്ബൻഡ് ആയാലും പുരുഷനായാലും ഇത് കാണുന്നത് പുരുഷന്മാരാണെങ്കിൽ പുരുഷന്മാർക്ക് ഇപ്പോൾ ഈ റിലേഷനുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണ് ആ സിറ്റുവേഷന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ്. നിങ്ങളുടെ ഫാമിലി നിങ്ങളിൽ നിന്നും ഒരുപാട് ദൂരത്തായി എന്നുള്ളതിൻ്റെ വേദന കൂടി നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഞാനിത് ഒരു കമൻറ്റിലൂടെ കണ്ട് ഇത് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള റീഡിംഗ് ആണെങ്കിൽ അത് മുന്നേ പറയണം. റീഡിംഗ് ഒന്നും സ്ത്രീകൾക്കോ പുരുഷനോ ഉള്ളതല്ല. എല്ലാ റീഡിങ്സും ജെൻഡർ വ്യത്യാസമില്ലാതെയുള്ള റീഡിംഗ് ആണ്. പിന്നെ പറയുന്ന വ്യക്തി ഒരു സ്ത്രീ ആയതുകൊണ്ട് സംസാരത്തിൽ പുരുഷൻ ഓപ്പോസിറ്റായിട്ട് വരുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ദയവായി നിങ്ങളുടെ
നിങ്ങളുടെ ജെൻഡർ ഏതാണ് അതിന് ഓപ്പോസിറ്റായിട്ട് എടുക്കുക. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ എനർജിയിൽ എന്തുകൊണ്ടാണ് 2 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? ഭയമാണ് വീണ്ടും വന്നിരിക്കുന്നത്, പ്രാർത്ഥനയാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെയോ കാര്യങ്ങളെ നിങ്ങൾ ഇപ്പോഴും ഭയക്കുന്നുണ്ട്, ആരുടെയൊക്കെ ശാപവാക്കുകളെ നിങ്ങൾ ഭയക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് ഒരു വഴിയുമില്ല എന്നുള്ള അവസ്ഥയാണ്. മാനസികമായി തളർന്ന് ചില വ്യക്തികൾ ഹോസ്പിറ്റലൈസേഷനും കാണിക്കുന്നുണ്ട്. ഹോസ്പിറ്റലായതുപോലെ, അല്ലെങ്കിൽ ക്ഷീണം, BP കുറഞ്ഞ് അങ്ങനെയുള്ള ക്ഷീണങ്ങൾ ഒരുപാട് ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഈ അവസ്ഥയെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഏത് സിറ്റുവേഷനായാലും മുമ്പോട്ട് ഇതിൻ്റെ 2 കാർഡിലും കണ്ണ് കെട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. ഓക്കെ, നെഗറ്റീവും പോസിറ്റീവുമായിട്ട് ചിലപ്പോൾ തോന്നും ഈ വാള് പിടിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇവിടെ ചെയ്യേണ്ടത് അപ്പുറത്ത് ചെയ്യും, അപ്പുറത്ത് ചെയ്യേണ്ടത് ഇപ്പുറത്ത് ചെയ്യും. എന്താണ് ചെയ്യേണ്ടതെന്നും അത് ഏത് കറക്റ്റ് റൂട്ടിലാണോ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. ചില സമയത്ത് വിചാരിക്കാം എല്ലാം അവസാനിപ്പിക്കാം, ഇത് നിർത്തിയേക്കാം, ഞാൻ ഇനി മുന്നോട്ടില്ല എന്ന് വിചാരിക്കും. എന്നാൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് അല്ല അത് ശരിയാവത്തില്ല, അങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ലല്ലോ, ഞാൻ അതിൽ തന്നെ പ്രവർത്തിക്കും. കാരണം ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത വണ്ണം നിങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളെ തന്നെ ബന്ധിച്ച് ഒരു കംഫർട്ട് സോണിലാക്കി വെച്ചിരിക്കുകയാണ്. ചില വ്യക്തികൾ എപ്പോഴും ഒരു റൂമിൽ കിടക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള വ്യക്തികളുമായിട്ട് ഒന്ന് സന്തോഷിക്കുവാനോ, ചിലപ്പോൾ അവരെ കൂടെയൊക്കെ നിർബന്ധപൂർവ്വം പോയെങ്കിലും മനസ്സുകൊണ്ട് നിങ്ങൾ ഒരു ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ചില വ്യക്തികളുടെ എനർജി ഇവിടെ കാണുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഇന്നത്തെ എനർജിയിൽ ഹെയറോഫൻറ്റ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഉപദേശിക്കാൻ ആരെങ്കിലും ഉണ്ടായെങ്കിൽ ക്വീൻ ഓഫ് കപ്പ്. ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ, ചിലപ്പം നിങ്ങളുടെ റിലേഷൻ മറ്റൊരു വ്യക്തിയോട് പറയാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം, അങ്ങനത്തെ റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത്. അത് കാരണം ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിച്ചിരുന്നാലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടെങ്കിലും അത് ഓപ്പണായിട്ട് ഒരാളടുത്ത് പറയാൻ പറ്റത്തില്ല, വീട്ടുകാരുടെ അടുത്ത് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ അടക്കി പിടിച്ച് വീർപ്പ് മുട്ടുന്നതായിട്ടുള്ള ഒരവസ്ഥ. അതാണ് ഈ 4 ചുവരിനകത്ത് ഒരാളെ ബന്ധിച്ചിട്ടിരിക്കുമ്പോൾ ഒരു ജയിൽ എങ്ങനെയാണോ ആ ഒരു അവസ്ഥയാണ് ചില വ്യക്തികൾ ഇപ്പോൾ കടന്നു പോകുന്നത്. ഒരു കൗൺസിലിംഗ് വേണമെന്ന് നിങ്ങൾ സ്വയം ആരെങ്കിലും എന്നെ ഒന്ന് ഉപദേശിച്ചെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ ഈ സിറ്റുവേഷനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിൽ, ആരോടെങ്കിലും ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടുമെന്ന് നിങ്ങൾ ആ ഒരു വെപ്രാളത്തിൽ നടക്കുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥനയോടുകൂടി നടക്കുകയാണ്. പ്രാർത്ഥന കാണുന്നുണ്ട്, ഒരുപാട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, യൂണിവേഴ്സുമായിട്ട് ഒരുപാട് അടുത്ത് പോകുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ ഏത് വിശ്വാസത്തിലാണോ ആ വിശ്വാസത്തിലൊക്കെ നിങ്ങൾ ഇറങ്ങി ചെല്ലുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റ് ചില വ്യക്തികൾ അഡ്വക്കേറ്റിനെ കാണുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനിയിപ്പം എന്തായാലും അഡ്വക്കേറ്റിനെ കണ്ടേ മതിയാകൂ എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ കുറച്ച് മുതിർന്ന ആൾക്കാരെ പോയി കാണുന്നു, അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ചില കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ റിലേഷൻ ബേസിൽ മാത്രമല്ല, നിങ്ങളുടെ സാമ്പത്തികമാണെങ്കിലും ജോലിപരമായാലും നിങ്ങളുടെ ബോസിനെ നിങ്ങൾ ചെന്ന് കണ്ട്, അല്ലെങ്കിൽ ബാങ്കിലാണെങ്കിലും ശരി തന്നെ, മറ്റെന്തെങ്കിലും ആണെങ്കിലും ചില വ്യക്തികളെ ചെന്ന് കണ്ട് നിങ്ങളുടെ വിഷമങ്ങൾ ബോധിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അത് റിലേഷൻ മാത്രമല്ല, നിങ്ങൾ ഏത് സിറ്റുവേഷനാണോ ആ സിറ്റുവേഷനിൽ നിങ്ങളെക്കാൾ ഉയർന്ന ഒരു വ്യക്തിയെ പോയി കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് വന്നിരിക്കുന്നത്? അമ്മ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ വഴക്കിടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ചിലപ്പോൾ വഴക്കിടത്തില്ല, നിങ്ങൾ വളരെ സൈലൻ്റായിട്ട് കാണുന്നു, നിങ്ങൾ വളരെ വിഷമിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് നേരെ ചില വ്യക്തികൾ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, വഴക്കിടുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ഓഫീസിലുള്ള ബോസ് ആയിരിക്കാം,
അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മയായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ചില വ്യക്തികൾ, അവരുടെ ലൈഫിൽ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അവർക്കൊരു ജോലിയൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം, മറ്റുള്ളവരെ കൗൺസിൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് കുറച്ച് ദേഷ്യത്തിലുള്ള വാക്കുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം വരുന്ന രീതിയിലുള്ള വാക്കുകളോ ഉണ്ടായിരിക്കുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കൗൺസിലിംഗ് ലഭിക്കുന്നതാണ്. അവരുടെ കൗൺസിലിംഗ് കാരണം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുന്നതായ വെപ്രാളം, ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വെപ്രാളങ്ങളാണ്. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, എടുത്തുചാട്ടം കൂടുതലായിട്ട് കാണുന്നുണ്ട്. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്നുണ്ട്. എനിക്കിപ്പം ഇച്ചിരിയും സഹിക്കാനോ ക്ഷമിക്കാനോ പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ വെപ്രാളമാണ്. നിങ്ങൾ കണ്ണടച്ചാണ് ചെയ്യുന്നത്. മുന്നിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും നിങ്ങൾക്ക് ഒന്നും അറിയണ്ട. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് എടുത്തു ചാടണം. അതിന് പിന്നീടുള്ള ഭവിഷ്യത്ത് എന്താണെന്നൊന്നും നിങ്ങൾക്ക് അറിയണ്ട. നിങ്ങളതിന് എടുത്തു ചാടാൻ തീരുമാനിക്കുന്നു. അതിന് നിങ്ങൾ തീരുമാനിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരാളുടെ ഉപദേശം, അത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഉപദേശമായിരിക്കാം, അല്ലെങ്കിൽ ചില വഴക്കായിരിക്കാം, അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വഴക്കായിരിക്കാം. അത് കേട്ടിട്ട് നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നതായിട്ട്, ഹെർമിറ്റിലേക്ക് കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഭാഗത്തു നിന്നും ഉപദേശങ്ങൾ, ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ളൊരു ഉപദേശം കേട്ടതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ എടുത്ത് ചാടുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പിന്നീട് രണ്ടാമതൊന്ന് ചിന്തിക്കുകയും വളരെ ശാന്തമായി ചിന്തിക്കുവാൻ തുടങ്ങുകയും ചെയ്യും. ഓക്കെ, ഇന്ന് ആ ഒരു എനർജി കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ എടുത്തുചാട്ടം, നിങ്ങൾ ആദ്യം എടുത്തു ചാടുമ്പോഴത്തേക്കും ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കുറച്ച് വഴക്കോട് കൂടിയുള്ള ഒരു ഉപദേശം ലഭിക്കുകയും ആ ഉപദേശത്തെ സംബന്ധിച്ച് നിങ്ങൾ സൈലൻ്റായി മാറുന്നതായിട്ടും കാണുന്നുണ്ട്. ഇന്ന് നിങ്ങളുടെ എനർജി ആരുടെ എനർജിയാണെന്ന് അറിയത്തില്ല, ഒരു വെപ്രാളത്തിൻ്റെ എനർജിയാണ്. റിലേഷനായാലും മറ്റെന്തായാലും മുന്നോട്ട് നിങ്ങൾക്കൊന്നും കാണാൻ വയ്യാത്തത് കൊണ്ട് നിങ്ങൾ ആകെ തകർന്ന് ഇരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഓക്കെ, ഇത് ജനറൽ റീഡിംഗ് ആണ്. ഒന്നിലധികം പേര് കാണുന്നത് കൊണ്ട് പല ആൾക്കാരുടെയും എനർജി കയറി വരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ആണെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ മനസ്സിലാകുകയുള്ളൂ. നമുക്ക് എല്ലാ റീഡിങ്ങും നമ്മളുടേതാണ് എന്ന് നമ്മൾ വിശ്വസിക്കരുത്. നമ്മൾ പോസിറ്റീവ് നെഗറ്റീവും ഉണ്ട്. അപ്പോൾ ജനറൽ റീഡിങ്ങിൽ മറ്റുള്ളവരുടെ എനർജി കൂടി ഉണ്ടെന്ന് വിശ്വസിക്കുക. ഓക്കെ, അപ്പോൾ നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് നേരത്തെ നിങ്ങളുടെ എനർജി എടുത്തപ്പോൾ വാട്ടർ എനർജി കൂടി വന്നിരുന്നു. ക്യാൻസർ, സ്കോർപ്പിയോ, സ്പൈസീസ് വന്നിരുന്നു. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 11, 2, 16, 7, 9 വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഡേറ്റോ ഈ മന്തോ നിങ്ങളുമായിട്ടോ നിങ്ങളുടെ പേഴ്സണുമായിട്ടോ ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് എയർ എനർജി വന്നിട്ടുണ്ട്, ഫയർ എനർജി, എർത്ത് എനർജി, വാട്ടർ എനർജി എല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ജെമിനി, ലിബ്ര, അക്വേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, സ്കോർപ്പിയോ, സ്പൈസീസ് വന്നിട്ടുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ എനർജിയിൽ 11 ജസ്റ്റിസ് വന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ജസ്റ്റിസ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 2 ഓഫ് പെയിൻറ്റിക്കിൾ. നിങ്ങളുടെ പേഴ്സൺ എന്തോ കാര്യത്തിൽ 2 സിറ്റുവേഷനിലായിട്ടുണ്ടെങ്കിൽ ആ ഒരു 2 സിറ്റുവേഷനിൽ ജസ്റ്റിസ് ലഭിക്കുകയാണ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും ജസ്റ്റിസ് കൊടുക്കുകയാണ്. 8 ഓഫ് സോഡിൻ്റെ എനർജിയിലാണ്. ആരെയോ, ഒന്നുകിൽ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തന്നെ ആയിരിക്കാം, ഒരുപാട് ടെൻഷനിൽ കൂടി. കാരണം ഈ ഒരു 8 ഓഫ് എനർജി നിങ്ങൾക്കുള്ളതാണ്. ചുറ്റും വാളുകളും കണ്ണും കയ്യും ഒക്കെ കെട്ടിയിട്ടിരിക്കുന്നതായിട്ടുള്ള എനർജി നിങ്ങളുടെ എനർജിയിലാണ് വന്നത്. ഞാൻ നിങ്ങൾക്കെടുത്ത് കാണിച്ചതായിരുന്നു ആ കാർഡ്. ഇനിയിപ്പോൾ അത് കണ്ടെത്തുക എന്ന് പറയുന്നത് വന്നു. ഈ സെയിം കാർഡ് തന്നെയാണ് ഇവിടെ. ഓക്കെ, അപ്പം ഈ എനർജി നിങ്ങൾക്കുള്ളതാണ്. ഇങ്ങനെ നിൽക്കുന്ന നിങ്ങൾക്ക് ജസ്റ്റിസ് തരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ
വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമത്തിൽ കൂടിയാണ് കടന്നു പോകുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് നീതി ഉണ്ടെന്നും ന്യായമുണ്ടെന്നും നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുന്നു. ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യത്തിലല്ല, നിങ്ങളുടെ സാമ്പത്തികവും ജോലി സംബന്ധവുമായിട്ടാണെങ്കിൽ നിങ്ങളുടെ ബോസ് വിചാരിക്കുകയാണ് നിങ്ങളുടെ ഭാഗത്താണ് ശരി, നിങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതിപ്പം നിങ്ങൾക്ക് സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കാം. നിങ്ങളുടെ റിലേഷൻ ആണെങ്കിൽ അങ്ങനെ, അല്ലെന്നുണ്ടെങ്കിൽ ജോലി സംബന്ധമായിട്ടാണെങ്കിൽ അങ്ങനെ. ഓക്കെ, പ്ലീസ് കെ ഡി മി മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ ടവർ വന്നിരിക്കുന്നത്? എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് ടവർ വന്നിരിക്കുന്നത്? പ്ലീസ് കെ ഡി മി മദർ യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾ, കാത്തിരിപ്പാണ് പറയുന്നത്. ഒരു കാത്തിരിപ്പ് അവസാനിപ്പിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. നിങ്ങളുടെ ആ ഒരു വഴക്ക് പ്രശ്നങ്ങൾ, ഇവിടെ 5 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. 5 ഓഫ് വാൺസ് എന്ന് പറയുന്നത് അടികൂടക്കമാണ്. തങ്ങളിൽ എന്തെങ്കിലും വാക്ക് തർക്കങ്ങളോ അടികൂടക്കമോ അങ്ങനെ എന്തെങ്കിലും ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഏതെങ്കിലും കാര്യത്തെ ചൊല്ലി ഉണ്ടായിരുന്നെങ്കിൽ അതിന് അവസാനം വന്നിരിക്കുകയാണ്. ടവറാണ്. ദ വേൾഡിൻ്റെ കാർഡും വന്നിരിക്കുന്നു. ഒന്ന് അവസാനിച്ചിട്ട് മറ്റൊന്നിന് തുടക്കമാകുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ഇനി എഫേർട്ട് ഇടാൻ പോകുന്നു. ഇതുവരെയും എഫേർട്ട് ഇട്ടത് നിങ്ങളാണെങ്കിൽ ഇനി ആ റിലേഷനെ നേരെ ചൊവ്വേ കൊണ്ടുപോകാൻ നോക്കുകയാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. എന്തെങ്കിലും ഒരു വഴക്കൊക്കെ പറഞ്ഞ് നിങ്ങൾ നേരെയായി വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് സംശയങ്ങളൊക്കെ മാറും, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളും അടിയൂടൊക്കെ മാറുമെന്ന് വിചാരിച്ച് നിങ്ങളുടെ പേഴ്സൺ ഇത്രയും നാളും നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും രീതിയിൽ പ്രശ്നങ്ങളോ വഴക്കോ നിങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം അവസാനം വന്നിരിക്കുകയാണ്. ടവറാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻ ഏതാണോ അതിന് അവസാനം വന്നിരിക്കുന്നു. നിങ്ങൾ തങ്ങളെ പിരിഞ്ഞ് ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മാനസികമായും തകർന്ന അവസ്ഥയിലാണെങ്കിൽ അതിന് ഒരു അവസാനമാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് 9 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് കെ ഡി മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ ലൈഫിൽ എന്തുകൊണ്ടാണ് 9 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് കെ ഡി മി മദർ യൂണിവേഴ്സ്. ബൗണ്ടറി എല്ലാം എടുത്തു മാറ്റാൻ പോകുന്നു. ഒരു ഓഫർ തരാൻ തയ്യാറായിരിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്താണ് വരുന്നത്. ഇതുവരെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ വളർച്ചയ്ക്ക്, സാമ്പത്തിക വളർച്ചയ്ക്ക്, അല്ലെങ്കിൽ ജോലിയുടെ വളർച്ചയ്ക്ക് തടസ്സമായിരുന്ന കാര്യങ്ങളെല്ലാം എടുത്തു മാറ്റുകയാണ്. ബൗണ്ടറി സെറ്റ് ചെയ്ത് ചില വ്യക്തികൾ, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബൗണ്ടറി എല്ലാം എടുത്തു കളഞ്ഞ് ഗ്രോത്ത് വരാൻ പോകുകയാണ്. ഫാമിലി പരമായിട്ടാണെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും ലൈഫിലേക്ക് ഗ്രോത്ത് വരാൻ പോകുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്നു. ബ്ലോക്കുകളെല്ലാം മാറ്റാൻ പോകുന്നു. ഓക്കെ, നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്യാം. ഈ ഒരു എനർജി എന്ന് പറയുന്നത് റീസെൻ്റ്ലി ബ്ലോക്കായ വ്യക്തികൾക്കല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് ഈ ഒരു ബ്ലോക്ക് മാറുന്നത്. ഇതുവരെയും ഒരുപാട് ഈ ഒരു സിറ്റുവേഷനിൽ കൂടി, തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇതുപോലെ നിങ്ങൾ വേദനിച്ച് കടന്നു പോയ വ്യക്തികൾക്കാണ് ഇപ്പോൾ ഒരു മാറ്റം വരുന്നത്. അല്ലാതെ ഇന്നലെ ബ്ലോക്ക് ചെയ്ത വ്യക്തികൾക്ക് മാറ്റമല്ല ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ പെയിൻ അനുഭവിച്ചു കഴിഞ്ഞ വ്യക്തികൾക്കാണ്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷനിലാക്കി ഒരുപാട് കണ്ണുനീരെല്ലാം വിഷമിച്ച വ്യക്തികൾക്കാണ് നീതി ലഭിക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു ന്യൂസ്. താങ്ക് യു. എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് കപ്പ് വരുന്നത്? പ്ലീസ് കെ ഡി മി മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് കപ്പ് വരുന്നത്? നിങ്ങളുടെ പേഴ്സണ് പ്രൊമോഷൻ ലഭിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, ചില ഓഫറുകൾ വരുന്നുണ്ട്. ചില ഗവൺമെൻറ് ജോലികൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കീഴിൽ നിന്ന് ജോലി ചെയ്യുന്നതായിട്ടുള്ള ചില ആൾക്കാരുണ്ട്. ഒരുപാട് സാലറിയും അല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണിലേക്ക് വന്നു ചേരുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഒരു സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് വന്നു ചേരുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ ഓവറോൾ എനർജി 3 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ലൈഫിൽ
എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ ലൈഫിൽ എന്തുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 3 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? 9 ഓഫ് പെൻറ്റിക്കിളാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് കുറച്ചധികം പണം വന്നു ചേരാൻ പോകുന്നു. ഇതുവരെയും നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഹാർട്ട് ബ്രേക്കിൽ കൂടിയാണ് കടന്നു പോയതെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സന് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ട് കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സൻ്റെ സാമ്പത്തികം അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ തേർഡ് പാർട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ലവ് തേർഡ് പാർട്ടി തന്നെ ആയിരിക്കണമെന്നില്ല, സുഹൃത്തുക്കളായിരിക്കാം, ഏഷണിക്കാരായിരിക്കാം, അങ്ങനെ ആരെങ്കിലും ലൈഫിൽ എന്തെങ്കിലും തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറാൻ പോകുന്നു. 9 ഓഫ് പെൻറ്റിക്കിളാണ് വന്നു ചേരാൻ പോകുന്നത്. ഓക്കെ, ഹാപ്പിയാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. നിങ്ങൾക്ക് തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ, ലവ് തേർഡ് പാർട്ടി, ഫാമിലി തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജി എന്താണ്? നിങ്ങളോടും ആ തേർഡ് പാർട്ടിയോടും എന്ത് എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്? കറണ്ട് ഫീലിങ്സ് ആണ് നോക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സണുള്ള ഇപ്പോഴുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ഫീലിങ്സിൽ കൂടിയാണ് തേർഡ് പാർട്ടിയോടൊപ്പം നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്? ഓക്കെ, ഇത് തേർഡ് പാർട്ടിയോടൊപ്പം ഇനി നിങ്ങളോടൊപ്പം എന്ത് ഫീലിങ്സിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ, കറണ്ട് ഫീലിങ്സ് എന്താണ് ഇപ്പോഴുള്ളത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. കറണ്ട് ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ആദ്യം നമുക്ക് തേർഡ് പാർട്ടിയോടുള്ളത് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളോടുള്ളത് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, നമുക്ക് നോക്കാം തേർഡ് പാർട്ടിയോട് സ്ട്രെങ്ത് എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ ലൈഫിലേക്ക് ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയിൽ ഒരു ഹാപ്പിനെസ്സാണ് കാണുന്നത്. 3 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഇപ്പോൾ അവിടെ ഒരു ഗ്രോത്താണ് കാണുന്നത്. അവിടെ നല്ല റിലേഷൻ സ്ട്രെങ്ത് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളിപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ ചിന്തിക്കുന്നത് തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഹാപ്പി, തേർഡ് പാർട്ടിയുമായിട്ട് ഹാപ്പി, അവരുടെ വാക്കുകൾ കേൾക്കുന്നു എന്നുള്ള ഒരു ചിന്തകളാണ് അവിടെ സ്ട്രോങ് ആക്കുന്നത്. നിങ്ങളടുത്ത് ഒരുപാട് വട്ടവും ഞാൻ പറയുന്നു, നിങ്ങളുടെ അഫർമേഷൻ, നമ്മുടെ മനസ്സിൻ്റെ ചിന്ത എന്ന് പറയുന്നത്, നമ്മൾ എല്ലാവരുടെയും ഉള്ളിൽ ദൈവികതയുണ്ട്, എല്ലാവരും ദൈവത്തിൻ്റെ ഒരു അംശമാണ്. അപ്പം നിങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും പൂർത്തിയാകും. ഇപ്പം നെഗറ്റീവിനാണ് കൂടുതൽ പവറുള്ളത്. അപ്പോൾ ആ ഒരു പവറിൽ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് പൂർത്തിയാവുന്നത്. ഓക്കെ, ഇവിടെ അവരിപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ ആ ഒരു സിറ്റുവേഷനിൽ അവർ ഹാപ്പിയാണ്. ഓക്കെ, നിങ്ങളോട് നോക്കാം. നിങ്ങളോട് അവർക്ക് സ്നേഹമില്ലായ്മയൊന്നുമില്ല. നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് സ്നേഹമുണ്ട്. പക്ഷേ അവർക്ക് ഇപ്പോൾ നിങ്ങളുടെ നേർക്ക് ഒരു ആക്ഷൻ എടുക്കാനൊന്നും അവർക്ക് പറ്റുന്നില്ല. നിങ്ങളിലേക്ക് അടുത്ത് വരണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ അവർ നിങ്ങളിൽ നിന്നും ഒളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അവർ ഒരുപാട് സ്നേഹിക്കുന്നു എന്നുള്ള കാര്യമാണ് ഒളിച്ച് മറച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങളെ അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അത് നിങ്ങളുടെ മുന്നിൽ പ്രകടമാക്കുന്നില്ല. അതവർ മറച്ച് വെച്ചിരിക്കുകയാണ്. 3 ഓഫ് വാൻസ് ആണ് കാണുന്നത്. ഒരു യാത്ര കാണുന്നത്, ലോങ് ഡിസ്റ്റൻസ് ആണ് കാണുന്നത്. ഒന്നുകിൽ മാനസികമായി അവർ ദൂരേക്ക് മാറാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന്. ഓക്കെ, ഈ ലോങ് ഡിസ്റ്റൻസ് വരുന്നത് നിങ്ങളുടെ നെഗറ്റിവിറ്റീസ് കൊണ്ടാണ്. ദയവായി നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴും
നിങ്ങളുടെ ചിന്തകളിലും തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ സന്തോഷമാണെന്ന് മാത്രമേ എഴുതാതെ ഇരിക്കുക. നിങ്ങൾ അങ്ങനെ ചിന്തിക്കാതെ ഇരിക്കുക. ഓക്കെ, ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ പോലും ആ ഒരു വാക്ക് പറയാതിരിക്കുക. വാക്കുകൾ പോസിറ്റീവായിട്ട്, വാക്കുകൾ എനർജിയായിട്ട് യൂണിവേഴ്സിലേക്ക് കടന്നു ചെല്ലും. നിങ്ങൾ തങ്ങളിലുള്ള ആഴം കൂടും. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും പിരിഞ്ഞിരിക്കുന്നതിൻ്റെ ദൂരം കൂടിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഒരു യാത്ര കാണുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഒരു യാത്രയാണ് കാണുന്നത്. പേജ് ഓഫ് വാൻസ്, അതൊരു യാത്രയാണ്. ഒരു 2 ഓഫ് വാൻസ് വന്നിരിക്കുന്നു, അതും യാത്രയാണ്. ഓക്കെ, നിങ്ങളോട് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ ഒരു മന്ദഗതിയിൽ, പൂർണ്ണമായിട്ടും നിർത്തി എന്നുള്ളതല്ല, വളരെ സ്ലോ ആക്ഷനാണുള്ളത്. ഇപ്പം ഇഷ്ടമാണെങ്കിലും എന്തെങ്കിലും പ്രവർത്തിക്കണമെന്നോ മെസ്സേജ് അയക്കണമെന്നോ ഒക്കെ തോന്നിയാലും ചിലപ്പോഴൊക്കെ മടിച്ച് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഈ ഒരു വൃദ്ധനെ കണ്ടില്ലേ, വളരെ ക്ഷീണിതനും വളരെ സൂക്ഷിച്ചുമൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാൻ പോലും അവർക്കിപ്പോൾ മനസ്സില്ലാത്തൊരവസ്ഥയാണ്. ഓക്കെ, മാനസികമായിട്ട് ദൂരെ, നിങ്ങൾ ഒരുപാട് ദൂരേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോടുള്ള സ്നേഹം അവർ മറച്ചു പിടിച്ചിരിക്കുകയാണ്. സ്നേഹമുണ്ട്. 2 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. 2 ഓഫ് കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് സ്നേഹം നിങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അവരുടെ ഉള്ളിലുണ്ട്. പക്ഷേ അതവർ മറയ്ക്കുകയാണ്. എന്തിനു വേണ്ടി മറയ്ക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ 3 ഓഫ് കപ്പ്, ഇവിടെ തേർഡ് പാർട്ടിയുമായിട്ട് ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി, അവരുടെ ഫ്രണ്ടാണ് ഇവിടെ തേർഡ് പാർട്ടിയായിട്ട് കാണുന്നത്. അവരെ മുന്നേ പരിചയമുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അവർ ജോലി സ്ഥലത്ത് കണ്ട വ്യക്തിയായിരിക്കാം, കൂടെ പഠിച്ച വ്യക്തിയായിരിക്കാം. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഇവിടെ തേർഡ് പാർട്ടിയായിട്ട് കാണുന്നത്. അവരുമായിട്ട് എൻജോയ്മെൻറ്റ് കാണുന്നത്, അടിച്ചു പൊളിച്ച് സന്തോഷിച്ച് ജീവിക്കുന്നു. പക്ഷേ ഇതിന് നിങ്ങളാണ് കാരണം. നിങ്ങൾ അവരുടെ ലൈഫ് സന്തോഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. എൻ്റെ തേർഡ് പാർട്ടിയുമായിട്ട് എൻ്റെ പേഴ്സൺ അടിച്ചു പൊളിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു പോസിറ്റീവ് എനർജിയാണ് വരുന്നത്. ഓക്കെ, നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫ്യൂച്ചറിൽ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫ്യൂച്ചറിൽ നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് കാത്തിരിക്കേണ്ട. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, ഫ്യൂച്ചറിൽ നോക്കട്ടെ. അവിടെ എന്തായാലും ചീറ്റിംഗ് ഉണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. മാനസിക ബലം അവിടെ നഷ്ടപ്പെടുന്നതായിരിക്കും. അവർ സെൽഫിഷ് ആകും. ഓക്കെ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവനവൻ്റെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവിടെ ചീറ്റിംഗ് സംഭവിക്കും. ചില കാര്യങ്ങൾ, മത്സരങ്ങൾ വരും അവരുടെ ഇടയിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ജയിക്കണം, നിന്നെ തോൽപ്പിക്കണം എന്നുള്ള ഒരു മത്സരങ്ങൾ അവരുടെ ഇടയിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അവിടെ 4 ഓഫ് സോഡ് വരുന്നതായിരിക്കും. ഡബിൾ എനർജി, മൂന്നാമതൊരു വ്യക്തി അവരുടെ ലൈഫിലേക്ക് കടന്നു വരും. ഓക്കെ, ഡബിൾ എനർജിയാണ് ഇത്. ഓപ്പണായിട്ട് കാണിക്കാൻ പറ്റത്തില്ല. മൂന്നാമത് ഇവിടെ ഡബിൾ എനർജി ആകുമ്പോഴത്തേക്ക് മൂന്നാമത്, ഇതിൽ 3 ആണ്. അപ്പോൾ തേർഡ് പാർട്ടി അവരുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഐസൊലേഷനിലേക്ക് കടന്നു പോകും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒറ്റപ്പെടും. നിങ്ങളുടെ പേഴ്സണെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് തേർഡ് പാർട്ടിയുടെ ലൈഫിലേക്ക് മറ്റൊരു വ്യക്തി കടന്നു വരും. അതിനിപ്പോൾ ആരും ആകാം, അവരുടെ ഫ്രണ്ടാകാം, അവരുടെ പേരൻസ് ആകാം, ആരെങ്കിലും കടന്നു വന്നിട്ട് നിങ്ങളുടെ പേഴ്സണെയും തേർഡ് പാർട്ടിയെയും തങ്ങളിൽ തെറ്റിക്കുന്ന അതായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. ഓക്കെ, ഡബിൾ എനർജി വന്നിട്ടുണ്ട്. ഫ്യൂച്ചറിൽ തേർഡ് പാർട്ടിയെ തെറ്റിക്കും. ഓക്കെ, തേർഡ് പാർട്ടിയെയും നിങ്ങളുടെ പേഴ്സണെയും തെറ്റിക്കാൻ മറ്റൊരു വ്യക്തി കടന്നു വരും. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് പേജ് ഓഫ് വാൻസ് വന്നിരിക്കുന്നത്? ഹാർട്ട് ബ്രേക്കനാണ്. 5 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. വീണ്ടും ഇത് തന്നെയാണ്, ചീറ്റിംഗ് ആണ്. നല്ല രീതിയിൽ ചതി ലഭിക്കും.
ഓക്കെ, ഇതേ കാർഡ് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. സെൽഫിഷ് ആകുകയും സ്വന്തം കാര്യങ്ങളിലേക്ക് കടന്നു പോകുകയും അവരൊരുപാട് തേർഡ് പാർട്ടിയോ നിങ്ങളുടെ പേഴ്സണോ ആരെങ്കിലും അവരുടെ ദൂർത്തനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് അവർ കടന്നു പോവുകയും അത് ഒരാൾക്ക് ചതിയും വഞ്ചനയുമായിട്ട് ഏൽക്കുകയും ചെയ്യും. നിങ്ങളോട് നിങ്ങളുടെ പേഴ്സന് ഒരുപാട് കുറ്റബോധം തോന്നും. ഓക്കെ, ചെയ്തത് തെറ്റായി പോയി എന്നുള്ളൊരു കുറ്റബോധം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്നതാണ്. വാവ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, ഏസ് ഓഫ് കപ്പ്, കുറ്റബോധം തോന്നി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് അൺകണ്ടീഷണലായിട്ട് സ്നേഹിച്ച് നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളിലേക്ക് കടന്നു വരും. ഓക്കെ, നിങ്ങളോട് മാപ്പ് പറഞ്ഞ് നിങ്ങളിലേക്ക് കടന്നു വരും. കാരണം തേർഡ് പാർട്ടിയിൽ നിന്ന് നല്ല ചതി ലഭിക്കണം, അതിന് വേണ്ടിയിട്ട് കർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ വിട്ടുകൊടുക്കുക. ഇപ്പം നിങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയാത്ത വ്യക്തി, ചിലപ്പോൾ ഏതെങ്കിലും വിവാഹമൊക്കെ കഴിച്ച് മറ്റൊരു വ്യക്തിയിലേക്ക് കടന്നുപോയ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കടന്നു വരാൻ കഴിയില്ല. പക്ഷേ നിങ്ങളോടുള്ള മാപ്പ് പറച്ചിലും നിങ്ങളുടേതായിട്ടുള്ള ചിന്തകളിലും അവർ ഒരുപാട് വിഷമത്തോടു കൂടി അവരുടെ മുന്നോട്ടുള്ള ജീവിതം അങ്ങനെ ജീവിച്ച് തീർക്കും. കാരണം അവരുടെ കർമ്മയാണ്. നിങ്ങളെ ചതിച്ചു വഞ്ചിച്ചു വേറൊരാളിനെ സെലക്ട് ചെയ്ത് അവർക്ക് ആ ഒരു വിവാഹത്തിലേക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചീറ്റിങ്ങും വിഷമങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വേദനകളായിട്ട് നിങ്ങളോട് ചെയ്ത കുറ്റബോധത്തിൽ പിന്നീട് നിങ്ങളുടെ ഓർമ്മകളിൽ പിന്നീട് അവർക്ക് ജീവിക്കേണ്ടതായിട്ട് വരുന്നതായും കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ എത്രയൊക്കെ പ്രാർത്ഥിച്ചിരുന്നാലും നിങ്ങളുടെ പേഴ്സൺ കർമ്മ അനുഭവിക്കാതെ നിങ്ങളിലേക്ക് വരത്തില്ല. ആർക്കായാലും, നിങ്ങൾക്കായാലും എനിക്കായാലും ആർക്കായാലും കർമ്മ ഉണ്ട്. ഓക്കെ, അപ്പോൾ 5 ഓഫ് പെൻറ്റിക്കിൾ എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫ്യൂച്ചറിലാണേ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് 5 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണും എൻ്റെ വ്യൂസിനും തങ്ങളിലുള്ള ഫ്യൂച്ചർ എന്താണ്? ഹെയറോഫൻ്റാണ്, ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് കടന്നു വരും. ഓക്കെ, തേർഡ് പാർട്ടിയെ വിട്ട് നിങ്ങളുടെ പേഴ്സണ് എല്ലാം നശിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. എല്ലാം നശിക്കും. തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും എല്ലാം സാമ്പത്തികമായിട്ടും ആരോഗ്യമായിട്ടും മാനസികമായിട്ടും എല്ലാം നശിച്ച് ഇതുപോലെ ഒരു ക്ഷീണിതനായിട്ട് അല്ലെങ്കിൽ ക്ഷീണിതയായിട്ട് ചില മാനസിക രോഗങ്ങളുമായിട്ട് ഡിപ്രഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങളടുത്ത് മാപ്പ് ചോദിച്ചു വരുന്നത്. ഓക്കെ, ചാരിയറ്റാണ്, പേജ് ഓഫ് സോഡ്. ഓക്കെ, തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങിച്ചു കൊണ്ട് നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. 3 ഓഫ് സോഡ്. ഓക്കെ, 2 ഓഫ് കപ്പ്, സൺ കാർഡ്. ഓക്കെ, ഈ ഒരു അനുഭവം, ഈ ഒരു കർമ്മ അനുഭവിച്ച് വരണം. കാരണം ഇപ്പോഴുള്ളതെന്ന് വെച്ചാൽ കർമ്മയാണ്. ഈ ബ്ലാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ബ്ലാക്ക് എനർജി വരും, കർമ്മ ചെയ്യും. നമ്മൾ ചെയ്തു പോയ തെറ്റുകളുടെ ഫലം സ്വന്തമായിട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും. ആ ഒരു കാർമ്മിക്ക് അനുഭവിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരികയുള്ളൂ. ചാരിറ്റാണ്, എല്ലാം നെഗറ്റീവ് പോസിറ്റീവ് എല്ലാം അനുഭവിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുമെന്ന് മാത്രം ചിന്തിക്കുക. ഇപ്പോൾ കാർമ്മിക്ക് അനുഭവിച്ച് കഴിഞ്ഞ വ്യക്തികളുണ്ട്. ഇപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് അടിയും വഴക്കുമായിട്ട് നടക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിരിക്കും. ഓക്കെ, എത്രയും പെട്ടെന്ന് തന്നെ കടന്നു വരും. ഇല്ല, ഇപ്പോഴാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് നിങ്ങളുടെ പേഴ്സൺ പോയിരിക്കുന്നതെങ്കിൽ അത് കർമ്മ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യുക. കാരണം അവിടെ ഇപ്പോൾ സന്തോഷത്തിലാണ് പോകുന്നത്. ഓക്കെ, അവരിപ്പോൾ എൻജോയ് ചെയ്ത് സന്തോഷത്തിൽ പോകുന്നുണ്ട്. ആ കർമ്മ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കേണ്ട കർമ്മ പൂർത്തീകരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓക്കെ, അല്ലാതെ തേർഡ് പാർട്ടിയിൽ സന്തോഷം വന്ന് പറഞ്ഞ് അവിടെ സ്ട്രെങ്ത് കൂട്ടിക്കൊടുക്കരുത്. കർമ്മ എത്രയും പെട്ടെന്ന് അനുഭവിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ആ കർമ്മ അനുഭവിച്ച് നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിരിക്കും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഓക്കെ, എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.